ജോസെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചു. ഇന്ത്യ വിജയിച്ചു. ഇന്ന് പാകിസ്ഥാൻ ടീമിലെ എല്ലാവരും രാത്രിയിൽ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമായിരിക്കും, പുല്ല് പോണ്ടായിരുന്നു. അതായിരിക്കും ചിന്തിക്കുക. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ബംഗ്ലാദേശിന് വേണ്ടി ഘോരഘോരം പ്രവർത്തിച്ചു, വരത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ പോകാൻ സമ്മതിച്ചു, വന്നു, ഗംഭീരമായിട്ട് തോറ്റു. അതും സാധാരണയേക്കാൾ അതിഗംഭീരമായിട്ട് തോറ്റു. അതെ അതെ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഗംഭീരമായ അല്ലെങ്കിൽ വളരെ ദയനീയമായ തോൽവി. പക്ഷേ എനിക്കിന്ന് തോന്നുന്നൊരു കാര്യം, ഇന്ന് പാകിസ്ഥാൻ്റെ തോൽവി സന്തോഷിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് ടി വി കച്ചവടക്കാരായിരിക്കും, ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ ടി വികൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇനി ഈ അടുത്തിടെ ഉണ്ടായ തോൽവികൾക്ക് ശേഷം ചിലപ്പോൾ ഇനി ടി വി ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അവർ പുതുതായിട്ട് വാങ്ങിച്ചാൽ മാത്രമേ ഇപ്പം പൊളിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് പാകിസ്ഥാനിൽ സംപ്രേഷണം ചെയ്തു. അതുകൊണ്ട് മാത്രം നമുക്ക് ആശ്വസിക്കാം. കാരണം ഇല്ലാത്ത യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് വിക്ടറി പരേഡ് നടത്തിയ ആൾക്കാരാണ്. അതെ അതെ, അത് ഇത്തരത്തിലുള്ള വിജയാഘോഷം ഒന്നും എന്തായാലും ഇന്ന് പാകിസ്ഥാനിൽ നടക്കില്ല. ശാന്തസുന്ദരമായിട്ട് അവർ രാത്രി വേണമെങ്കിൽ ബൂംറയുടെ ആദ്യ പന്ത് 6-ന് പോയതിന്റെ വേണമെങ്കിൽ ഒരു ആഘോഷം നടത്താം. ലോകത്തെ ഏറ്റവും മികച്ച ബോളറെ ഞങ്ങൾ അടിച്ചു, ആദ്യത്തെ പന്തിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അതെ, പക്ഷേ മിക്കവാറും സൽമാൻ ആകെ അദ്ദേഹത്തെ സൂപ്പർ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ പദവി കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യം അസിം മുനീർ ഫീൽഡ് മാർഷൽ ആകാമെങ്കിൽ സൽമാൻ ആഗയ്ക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു പദവി അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ ജയത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ അതെ ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു ഇന്നത്തെ കളി ഒരു ആവേശമുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ടീമായിരുന്നില്ല പാകിസ്ഥാൻ ഒരു തരത്തിലും. ഒരു സമയത്തും അവരുടെ പാർട്ണർഷിപ്പ് ഉണ്ടായി, ചെറിയ പാർട്ണർഷിപ്പൊക്കെ ഉണ്ടായാൽ പോലും അവിടെ പോലും ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഇന്ത്യയും USA തമ്മിലുള്ള മത്സരവും ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ആവേശം പോലും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത്. അതെ, ആ ഒരു കാര്യം നോക്കുമ്പോൾ വളരെ ഒരു ആവേശമില്ലാത്ത ഒരു മത്സരമായിരുന്നു. പാകിസ്ഥാൻ ഒരു തരത്തിലും ഇന്ത്യക്ക് പറ്റിയ ഒരു എതിരാളി ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവരിത് തിരിച്ചറിഞ്ഞിരുന്നു നേരത്തെ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വരുന്നില്ല എന്ന് പറഞ്ഞത്. അതെ, അപ്പോൾ ഇത് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്ന് അടിച്ച് തകർത്തതുപോലെ ആയിപ്പോയി. മത്സരത്തിലേക്ക് വരാം. അതെ, കൊളംബോയിൽ ടോസ് വീഴുന്നു. സൽമാൻ അലി ആഗ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. സൂര്യകുമാർ യാദവിനോട് ചോദിക്കുന്നു എന്താണ് ഇയാൾക്ക് താല്പര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സൂര്യകുമാർ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തേനെ. സൂര്യകുമാർ യാദവിൻ്റെ മുഖത്ത് ടോസ് നഷ്ടപ്പെട്ടാൽ ഒരു വലിയ സന്തോഷം കാണുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൊളംബോയിലെ ട്രാക്ക് പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ നന്നായി അറിയാവുന്ന ട്രാക്കാണ് കൊളംബോയിലെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇത്രയും ബാറ്റിംഗ് ഡെപ്ത് ഉണ്ടായിട്ട് പോലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്ത് എന്നായിരുന്നു കമൻട്രി ബോക്സ് ചോദിച്ചത്. എന്നാൽ പാകിസ്ഥാൻ ചെറിയൊരു ഹോംവർക്ക് നടത്തി തന്നെയാണ് വന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ഓവറിൽ ഒന്ന് പേടിച്ചു എന്ന് പറയാം. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് അത് പതിവിൽ ഇല്ലാത്ത രീതിയിൽ അവരുടെ നായകൻ സൽമാൻ അലി ആഗ തന്നെയാണ് ഓപ്പണിംഗ് ഓവർ എറിയുന്നത്. നമ്മൾ അഭിഷേകിൻ്റെ ബാറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് അഭിഷേക് തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. 2-3 പന്തൊക്കെ ഡോട്ട് ആകുന്ന അഭിഷേകിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് സഹിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെയായിരുന്നു അഭിഷേകിൻ്റെ ആ ഒരു വിക്കറ്റ്. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. പക്ഷേ അതിനുശേഷം ക്രീസിലെത്തിയ തിലക് വർമ്മയെ ഒരറ്റത്ത് സാക്ഷിയാക്കി ഇഷാൻ കിഷൻ തൻ്റെ മികച്ച ഫോം വീണ്ടും തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യത്തെ ഇന്നിങ്സിൻ്റെ സമയത്ത് നല്ല ടേൺ പാകിസ്ഥാൻ സ്പിന്നേഴ്സിന് ലഭിക്കുന്നുണ്ടായിരുന്നു. ഷഹിൻ ഷാ അഫ്രീദിയുടെ ഒരൊറ്റ ഓവർ തുടക്കം കഴിഞ്ഞ് പിന്നീട് അവസാന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഓവറോടെ മണ്ടത്തരമായി പോയി. എല്ലാ ഓവറും സ്പിന്നർമാരാണ്. പക്ഷേ ഇഷാൻ കിഷനെ പൂട്ടാൻ അതൊന്നും പര്യാപ്തമായിരുന്നില്ല. ഇദ്ദേഹം മാത്രം ന്യൂഡൽഹിയിലെ പിച്ചിലാണോ കളിക്കുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ മനോഹരമായ ബാറ്റിംഗ് ആയിരുന്നു ഇഷാൻ കിഷന്റെ. ആകാശത്ത് കീഴിൽ ഏത് പിച്ചും ഇഷാൻ കിഷന് സമം എന്ന് പറയുന്നത് മനോഹരമായ ബാറ്റിംഗ്. അത് മാത്രമല്ല ടേൺ ചെയ്യുന്ന പന്തുകളായിക്കോട്ടെ, സാധാരണ പറയുന്നത് ഈ സ്പിൻ പിച്ചുകളിൽ പൊതുവെ അല്ലെങ്കിൽ പന്ത് ബാറ്റിലേക്ക് വരാനുള്ള താമസം, കുത്തിത്തിരിയുന്ന ഒരു ഇത് മാത്രമല്ല ടേൺ 2.6 ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇഷാൻ കിഷൻ ഔട്ടായത് അദ്ദേഹം തന്നെ വിചാരിച്ചതുകൊണ്ടാണ് ഔട്ടായത്. കാര്യം അങ്ങനെ ഒരു ഷോട്ടിന് ശ്രമിച്ചിട്ടാണ്, ഇൻസൈഡ് ഔട്ട് ഷോട്ടിന് ശ്രമിച്ചിട്ടാണ്. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു മികച്ച സെഞ്ചുറി തന്നെ നമുക്കിന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇഷാൻ കിഷന്റെ വിക്കറ്റ് വീഴുന്ന സമയത്ത് ഇന്ത്യ 8.4 ഓവേഴ്സ് 88-2 എന്ന അവസ്ഥയിലാണ്. ആ സമയത്ത് 200-ന് മുകളിൽ ഒരു സ്കോറിന് നമുക്ക് എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ സ്കോറിംഗ് റേറ്റ് ഈ പറയുന്നത് പോലെ സ്പിന്നേഴ്സിന് ആധിപത്യമുള്ള പിച്ചാണ്.
നമ്മൾ അത്രയൊക്കെ സുഖമായിട്ട് നമ്മുടെ റൺസ് സ്കെയറില്ല. പക്ഷേ അതിന് ശേഷം നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് 15ാമത്തെ ഓവർ, എനിക്ക് തോന്നുന്നു അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോയതിനു ശേഷം നമ്മളൊരു പേടിപ്പിച്ച ഓവർ 15ാമത്തെ ഓവറായിരുന്നു. തുടർച്ചയായി 2 പന്തുകളിൽ സൈം അയ്യൂബ് വിക്കറ്റുകൾ, ഒന്ന് തിലക് വർമ്മയുടെയും നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ മാച്ച് ഒരു ശൈലി, അദ്ദേഹം ഇന്നും അതേ രീതിയിൽ തന്നെ 6 അടിക്കുക അല്ലെങ്കിൽ പുറത്താവുക, നിന്ന് കളിക്കുന്നുള്ള ശൈലിയൊന്നും എനിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട്. അത് മാത്രമല്ല ഇഷ്ടം പോലെ ബാറ്റർമാർ പിറകിലുണ്ട്. എന്നിരുന്നാലും സൂര്യകുമാർ യാദവ് ഇന്നും ഒരു മികച്ച ക്യാപ്റ്റൻ ഇന്നിങ്സ് തന്നെ കളിച്ചു എന്ന് പറയാം, പ്രത്യേകിച്ച് ഇന്നത്തെ പിച്ചിൻ്റെ സാഹചര്യത്തിൽ. സൂര്യകുമാർ യാദവ് 29 പന്തിൽ 32 റൺസ് നേടി. നമ്മൾ 6 ചാമി എന്നൊക്കെ വിളിക്കുന്ന ശിവം ദുബെ പതിവിനും വലിയ ആവേശത്തിലൊന്നും പോയില്ല. അദ്ദേഹം 17 പന്തിൽ 27 റൺസ് നേടി. 3 ബൗണ്ടറിയും ഒരു 6 അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു. റിങ്കു സിംഗ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഏറെ പഴികേട്ട താരമായിരുന്നു റിങ്കു സിംഗ്. എന്തായാലും അവസാനം ഷഹീൻ ആഫ്രീദിക്ക് വയറ് നേരെ റിങ്കു സിംഗ് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കുഴപ്പമില്ലാതെയൊക്കെ ഒരു പ്രകടനം നടത്തിയ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. അതെ, ഒരു വ്യത്യസ്തമായ ഒരു പ്രകടനം, ഒരു അത്ഭുതകരമായ ഒരു പ്രകടനം പാകിസ്ഥാൻ്റെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ അവർ ജയിക്കുമെന്ന് തോന്നുന്ന അവസ്ഥയായിരുന്നില്ല. അത് തന്നെ നമ്മൾ പറയുകയും ചെയ്തു. 160 മുകളിലൊരു സ്കോർ സേഫ് ആണ് എന്ന് പറയുകയും ചെയ്തു. നമ്മൾ 175 റൺസ് എന്ന സ്കോറിലേക്ക് എത്തി. അതെ, അവർ പാകിസ്ഥാൻ്റെ മറുപടി ആദ്യ ഓവർ ഹാർദിക് പാണ്ഡ്യ എറിയാനെത്തുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ പന്തുകൾ വളരെ നല്ല പന്തുകളായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് മേടിന് ആ ഒരു ഓവർ തന്ന കോൺഫിഡൻസ് കളി മാറ്റി. നമ്മളപ്പോൾ തന്നെ പറഞ്ഞു ഈ കളി നമ്മുടെ പാകിസ്ഥാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവരുടെ ഫർഹാൻ എന്നവരുടെ മിടുക്കനായിട്ടുള്ള ഓപ്പണർ നന്നായിട്ട് കളിക്കണം. അതുണ്ടായില്ല. ഫർഹാൻ്റെ വിക്കറ്റ് പോകുന്നു. 2ാമത്തെ ഓവർ എറിയാനെത്തുന്നത് ബുംറയാണ്. ഫസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഇന്ന് പാകിസ്ഥാൻ ആഘോഷിക്കാനുള്ള ഏക കാര്യം ഒരു 6 സൈം അയ്യൂബ് അടിച്ചിടത്തോട്ടല്ല പോയെങ്കിലും എന്തായാലും ഒരു 6 അടിക്കാൻ. പക്ഷേ ആ പന്ത് പൊങ്ങിയപ്പം വിചാരിച്ചാണ് മിക്കവാറും ക്യാച്ച് ആവുന്നത്, പക്ഷേ ഉണ്ടായില്ല, അത് 6 പോയി. 2ാമത്തെ പന്ത് എങ്ങനെ തോന്നി ആ ഒരു മൊമെന്റ്? അത് കഴിഞ്ഞിട്ട് ആ ബൂമറയുടെ ഒരു നിപ്പുണ്ടായിരുന്നു. ഒന്നുകൂടെ അടിക്കടാ എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, ഈ പ്രത്യേകിച്ചും ബൂമറയെ പോലൊരു ബൗളറെ നമ്മൾ തുടർച്ചയായി അദ്ദേഹത്തെ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അല്ല അദ്ദേഹം അങ്ങനെ അബദ്ധവശാലെങ്ങാനും ഒരു പന്ത് മോശം പന്ത് വരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് അത്ര എളുപ്പമല്ല കളിക്കാൻ വേണ്ടിയിട്ട്, അത്ര എളുപ്പമല്ല. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കാലിൻ്റെ നഖം പറിക്കുന്ന യോർക്കറുകളാണ്. അത് ഒരു തരത്തിലും, അതുമാത്രമല്ല സ്വിങ്ങും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേനും ഒരിക്കലും സാധിക്കില്ല. അത് കൃത്യമായിട്ട് അടുത്ത പന്തിൽ അത് വരും. സൈം അയ്യൂബിനെ വിക്കറ്റ് എടുക്കുന്നു. സൈം അയ്യൂബിക്ക് ഒന്ന് പോകുന്ന വഴിക്ക് എന്നാൽ ഞാനൊന്ന് റിവ്യൂ എടുത്ത് നോക്കിയേക്കാം, ഇനി അഥവാ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ റിവ്യൂ എടുക്കുന്നു. വിചാരിച്ച പോലെ റിവ്യൂ പാഴാകുന്നു. അതേ ഓവറിൽ തന്നെ ബുംറ ഒന്നുകൂടി നമുക്കൊരു വിക്കറ്റ് സമ്മാനിക്കുന്നു. അദ്ദേഹം അവരുടെ നായകനായിട്ടുള്ള സൽമാൻ ആഗയുടെ വിക്കറ്റ്. അതോടെ ഏകദേശം പാകിസ്ഥാൻ ഇരുന്നു, ഏകദേശം ഒന്ന് തീരുമാനമായി. ശേഷം വരുന്നത് ബാബർ ആസമാണ്. ബാബർ ആസം ഈ പിച്ചിൽ എന്ത് തരത്തിലുള്ള ഇന്നിങ്സ് ആയിരിക്കും കളിക്കുക എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തവണയും അദ്ദേഹം ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. അതെ, പോയി. പക്ഷേ ബാബർ അസമിന് ആയിരുന്നു അവിടെ ഒരു ആങ്കർ റോൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കരുതിയിരുന്നു. കാരണം പണ്ട് ഇത്തരത്തിൽ വളരെ മോശമായ അവസ്ഥയിൽ നിന്ന ഇന്ത്യ ഇതേ പാകിസ്ഥാനെതിരെ 36-4 നിന്നപ്പോൾ വിരാട് കോഹ്ലി കളിച്ച ഇന്നിങ്സ് തീർച്ചയായിട്ടും ഒരുപക്ഷെ പാകിസ്ഥാന്റെ കടുത്ത ആരാധകർ ചിലരെങ്കിലും കരുതി കാണും ബാബർ ഇന്ന് ഒരു അത്ഭുതമെങ്കിലും കാണിക്കുമെന്ന്. ബാബർ അസമിന് അത്രയും കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ബാബർ അസം അടുത്തെങ്കിലും തീർച്ചയായിട്ടും അത്ര മോശം ബാറ്ററൊന്നും അല്ല. ഒരിക്കലും കളിയാക്കുന്നത് പോലെ സിംബാസർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നവരല്ല. അദ്ദേഹം ഒരു മികച്ച ബാറ്റ്സ്മാൻ തന്നെയാണ്, നല്ല ബാറ്ററാണ്. നമ്മൾ അങ്ങനെ കാര്യം പറയുമ്പോൾ എല്ലാം പറയണം. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നല്ല ബാറ്ററെ നമ്മളല്ല എന്ന് പറയുന്നത് ശരിയല്ല. ആ ഫോം നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ക്ലോസ് ഗെയിം കൊണ്ടുവരാമായിരുന്നു. അതെ, അതുണ്ടായില്ല. ഏതായാലും ബാബർ ആസമിന്റെ വിക്കറ്റ് അക്സർ പട്ടേൽ വീഴ്ത്തുന്നു. പക്ഷേ ഔട്ടായ പന്ത് വളരെ മോശം ഷോട്ടിനാണ് ശ്രമിച്ച് പുറത്താകുന്നത്. ഉറപ്പായിട്ടും ബാബർ ആസമിന്റെ വിക്കറ്റ് വീഴുന്ന സമയത്ത് 34-4 എന്ന നിലയായിരുന്നു പാകിസ്ഥാൻ. ആ സമയത്ത് നമ്മൾ 100-ൽ താഴെ പാകിസ്ഥാൻ നിന്ന് പുറത്തായാൽ ഈ ജയത്തിന് കുറച്ചുകൂടി ഒരു ആവേശവും നമുക്ക് മാധുര്യവും കൂടും. പക്ഷേ ആ സമയത്ത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു പേരാണ് ഉസ്മാൻ ഖാൻ എന്ന അവരുടെ വിക്കറ്റ് കീപ്പർ. അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരിൽ ഉത്തരവാദിത്തം കാണിച്ച ഏക ബാറ്റ്സ്മാൻ എന്ന് ഉസ്മാൻ ഖാനെ നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. 34 പന്തിൽ അദ്ദേഹം 44 റൺസ് നേടി. മാത്രമല്ല നല്ല ബാറ്റിംഗ് ആയിരുന്നു. ഇൻസൈഡ് ഔട്ട് ഷോട്ടുകൾക്ക് കളിച്ചു. അത് മിക്കവാറും ഒക്കെ ഫലത്തിൽ എത്തിക്കുകയും ചെയ്തു. 6 ബൗണ്ടറിയും ഒരു 6 അടങ്ങുന്ന മനോഹരമായ ഇന്നിങ്സ് തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ പാകിസ്ഥാൻ്റെ മറ്റൊരു ബാറ്റ്സ്മാൻ പോലും ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷതാബ് ഖാനെ പോലെ ഒരു താരം അല്ലെങ്കിൽ ബാബർ അസമിനെ പോലെ ഒരു താരം ഇവരാരുടെയും ഭാഗത്തുനിന്ന് ഒരു ഇൻറ്റൻറ്റ് പോലും ഉണ്ടായില്ല എന്നുള്ളത്
ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നമുക്കത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഇന്നിങ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഇന്നിങ്സ് കളിക്കാനുള്ള ഒരു ബാറ്റർ പാകിസ്ഥാൻ നിരയിൽ ഉണ്ടായിരുന്നില്ല. അതാണ് അതിന്റെ സത്യം. അതാണ് അവരൊരു ഇഷാൻ കിഷനെയോ അവർക്കൊരു ഹാർദിക് പാണ്ഡ്യയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സ് അതിന് പറ്റുന്ന ആളില്ല. അതെ, അതാണൊരു നേരത്തെയൊക്കെ ഒരിക്കലും പാകിസ്ഥാൻ ടീം എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാൻ ടീമിൻ്റെ പഴയകാല ചരിത്രം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. പാകിസ്ഥാൻ ടീമിന് എപ്പോഴും ഒരു പോരാട്ടത്തിനുള്ള ആളുകൾ അവർക്ക് എപ്പോഴും ഒന്നുകിൽ വലറ്റത്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. എത്രയോ ബാറ്റർമാർ, ഇപ്പോൾ ജാവേദ് മിയാൻ്റെ അതിനെ പോലെ, അബ്ദുൾ റസാഖിനെ പോലെ അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ അതില്ല. നിലവിൽ അങ്ങനെ ഒരു ആളിൽ കളി തിരിക്കാൻ കഴിയുന്ന ഒരു ബാറ്റർ ഇന്ന് പാകിസ്ഥാൻ ടീമിൽ സംശയമാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടീമിലേക്ക് ഈ ലോകകപ്പിൽ ആദ്യ മത്സരം കളിക്കുന്ന കുൽദീപ് യാദവ്, അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ മികച്ച ബോളിംഗ് പ്രകടനം, ഒരു വിക്കറ്റേ വീഴ്ത്തിയുള്ളൂ. പക്ഷേ കുൽദീപ് യാദവിൻ്റെ സ്പെല്ല് അതിമനോഹരമായിരുന്നു. 3 ഓവറിൽ 14 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. വരുൺ ചക്രവർത്തി എന്നത്തെ പോലെ അദ്ദേഹവും മിടുക്ക നല്ല ഇന്നിപ്പോൾ ബോൾ ചെയ്തതിൽ റിങ്കു സിംഗിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. അതെ, അത് ഒരു സങ്കടം ഉണ്ടാക്കുന്നത്. അല്ലെ, എറിഞ്ഞ് എല്ലാവർക്കും കിട്ടി, എന്നാൽ റിങ്കു സിംഗിന് മാത്രം കിട്ടിയില്ല. എനിക്കൊന്നും അയാൾക്ക് ഒരു വിക്കറ്റ് കൊടുക്കാമായിരുന്നു. ഓക്കെ, എന്തായാലും ഇനി അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിനും വിക്കറ്റ് വീഴ്ത്താൻ പറ്റട്ടെ. അപ്പം എറിഞ്ഞ എല്ലാവരും അതിമനോഹരമായിട്ട് പന്തെറിഞ്ഞു. പിന്നെ നമ്മളെ ആകെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ഫീൽഡിംഗ് ആണ്. ഇഷാൻ കിഷൻ ക്യാച്ച് ഡ്രോപ്പ്, തിലക് വർമ്മ 2 ക്യാച്ച് വിട്ട് കളഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള അതിനിടയ്ക്ക് കുൽദീപ് യാദവ് ഒരു ക്യാച്ച് ഡ്രോപ്പ് ആക്കി, 6 പോയി. ഇങ്ങനെ നമ്മൾ ഫീൽഡിങ്ങിൽ കുറേ അധികം, കാരണം മുമ്പോട്ട് വലിയ പിന്നോട്ടാണ്. അതായത് ഫീൽഡിംഗ് ഒരു കാലത്ത് ഇപ്പോൾ 1983 ഇന്ത്യ ലോകകപ്പ് ജയിക്കുന്ന സമയത്തൊക്കെ അതിനു മുന്നേ തന്തപ്പട എന്നായിരുന്നു ഇന്ത്യയുടെ പേര് ഫീൽഡിങ്ങിൽ. അതായത് ഒരിടത്ത് നിൽക്കുന്നു, അടുത്തോട്ട് വരുന്ന പന്ത് മാത്രം പിടിക്കുന്നു, വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു. അപ്പോൾ ആ ഒരു ടീമിനെയാണ് കപിൽ ദേവ് വന്ന് മാറ്റിയെടുത്തത്. അപ്പോൾ അതാണ് 1983 വിജയിക്കാനുള്ള ഒരു കാരണം. ആ ഫീൽഡിങ് മാറിയത്. മറ്റേത് നമ്മൾ നിൽക്കുന്നു, തൊട്ടടുത്തൊക്കെ വന്നാൽ പിടിക്കും, അടുത്തോട്ട് വന്നാൽ പിടിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ ഓടി ബുദ്ധിമുട്ടി ഫീൽഡിങ് അതെ ഇന്ത്യൻ ടീമിലെ ഫീൽഡർമാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ മാറി, പിന്നെ വിജയിച്ചു. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് മികച്ച ഫീൽഡർമാർ നമുക്കുണ്ടായി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയുടെ ഫീൽഡിംഗ് കുറച്ച് മോശമാണ്. എന്തായാലും ഇന്ത്യ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. കാരണം വലിയ മത്സരങ്ങളാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. ഇനി ഇപ്പം അടുത്ത് വരാനിരിക്കുന്നത് ബുധനാഴ്ച വരുന്ന ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടമാണ്. ഇന്ത്യ ഓൾറെഡി സൂപ്പർ 8 ഉറപ്പിച്ചു, എങ്കിലും ഇന്ത്യ വില കുറച്ച് കാണില്ല. ആ മത്സരത്തിൽ മികച്ച പോരാട്ടം തന്നെ നമ്മൾ കാഴ്ചവെക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് പരീക്ഷണങ്ങൾ നടത്താം. കാരണം നമ്മുടെ ഒരു സഞ്ജു ആരാധകൻ എന്ന നിലയിൽ നമുക്കൊരു സന്തോഷം തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനപ്പെട്ട ചില താരങ്ങൾക്കെങ്കിലും വിശ്രമം അനുവദിക്കാം. കാരണം അടുത്ത മത്സരങ്ങൾ സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ വലിയ എതിരാളികളുണ്ട്, നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു മത്സരങ്ങൾ വരുമ്പോൾ ടീമിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യമാണ്, ഇന്നത്തെ മത്സരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ്, അത് നമ്മൾ എടുത്തു പറയണം. ഈ ഒരു ഇൻറ്റൻറ്റ് നമുക്ക് മുമ്പോട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെപ്പോൾ തന്നെ നമ്മൾ ഈ വർഷവും കിരീടം തൂക്കും. പക്ഷേ T20 ആണ്, അന്നത്തെ ദിവസത്തെ ഒരു 1-2 ഓവർ മാറിയാൽ അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ വർഷവും നമുക്ക് ഒരു മികച്ച സ്ക്വാഡ് ഉണ്ടെന്ന് എന്തായാലും ഈ 3 മത്സരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന പോരാട്ടം നമീബിയക്കെതിരെയാണ്. ഇതേ ശ്രീലങ്കയിൽ തന്നെയാണല്ലോ ആ മത്സരം നടക്കുക. അവിടെ പാകിസ്ഥാൻ അവരുടെ സ്പിന്നർമാരെ, നമീബിയയുടെ സ്പിന്നർമാരെ അവർ നേരിടുമ്പോൾ ഇന്ന് കാണിച്ച അലസത കാണിച്ചാൽ ഒരു പക്ഷേ 2007 ഏകദിന ലോകകപ്പിലെ പോലെ ഒരു ഫസ്റ്റ് റൗണ്ട് എക്സിറ്റ് പാകിസ്ഥാനെ കാത്തിരിപ്പുണ്ട്. പാകിസ്ഥാനും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യണം. നമുക്ക് ഒരിക്കൽ കൂടി പാകിസ്ഥാനെ തോൽപ്പിക്കാൻ അവസരം കിട്ടണമെന്നാണ് ആഗ്രഹം. എങ്കിലും അത്തരത്തിലുള്ളൊരു ഭീഷണി പാകിസ്ഥാന് മുമ്പിലുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു തോൽവി പാകിസ്ഥാൻ തീർച്ചയായിട്ടും തളർത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇത് പാകിസ്ഥാനിന് തോൽവി പാകിസ്ഥാനിലെ ഫാൻസ് അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നൊരു തോൽവിയല്ല. ഒരു പോരാട്ട വീര്യം പോലും കാഴ്ചവെക്കാതെ പോലും ഇല്ലാതെ തോറ്റു കളഞ്ഞു പാകിസ്ഥാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരടുത്തൊരു കളിയിലായി ഒരു കുനിഞ്ഞ ശിരസോടെയായിരിക്കും കളിക്കാൻ ഇറങ്ങുന്നത്. എങ്കിലും ഇനിയും പാകിസ്ഥാൻ സൂപ്പർ 8ൽ കടക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു വേൾഡ് കപ്പിൽ കെനിയ സെമിയിൽ വന്ന പോലെ ആയിപ്പോവും. പിന്നെ നമ്മുടെ ഈ ലോകകപ്പിന്റെ ആവേശം ശരിക്കും ഒരു മത്സരം കൂടി പാകിസ്ഥാനായിട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കൂടും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കഴിയട്ടെ നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമീബിയ പാകിസ്ഥാനെ മറികടന്നിട്ടുണ്ടെങ്കിൽ അത് നമീബിയയുടെ കഴിവ് തന്നെയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. എന്തായാലും അങ്ങനെ നമീബിയ അങ്ങനെ മറികടക്കുകയാണെങ്കിൽ അമേരിക്ക
അതെ സൂപ്പർ 8 സൂപ്പർ 8ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സാധ്യത കൂടും. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.